SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്ന ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ്. സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് ഒരു ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ന്യൂസിൽ വരുന്നത്. ഇത് യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു കോംപ്രഹെൻസീവ് പ്രോഗ്രാം ആണ്. സെമി കണ്ടക്ടേഴ്സ് അവരുടെ ഡിസ്പ്ലേ മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതില് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുക്കും, ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട്, അതിന് ഡിസൈൻ സപ്പോർട്ട് കൊടുക്കും. ഇത് ഡൊമസ്റ്റിക് കമ്പനീസിനും സ്റ്റാർട്ടപ്സിനും MSMEs ഒക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് വിത്തിൻ 5 ഇയേഴ്സിനുള്ളിൽ 1500 കോടിയിലധികം ടേൺ ഓവർ അച്ചീവ് ചെയ്യാം സെമി കണ്ടക്ടർ ഡിസൈനും ഫെസിലിറ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടു. നെക്സ്റ്റ് ഭാരത് രത്ന. അപ്പൊ പ്രസിഡന്റ് ദ്രൗപതി മുർമു കപൂറി തക്കൂർ എന്ന് പറയുന്നത് ബീഹാറിലെ ഫോമർ CM ആണ്. അദ്ദേഹത്തിന് ഭാരത് രത്ന കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നത്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഇന്ത്യയിലെ ഈ ഭാരത് രത്ന എന്ന് പറയുന്നത്. ഇത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഇത് 1954 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവരുടെ ഫീൽഡിലെ എക്സെപ്ഷണൽ സർവീസിന് വേണ്ട റെക്കഗ്നീഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹയസ്റ്റ് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഭാരത് രത്ന എവറി ഇയറിൽ 3 മാക്സിമം 3 കൊടുക്കുള്ളൂ. 3ക്ക് കൂടുതൽ കൊടുക്കാറില്ല. ഭാരത് രത്നയ്ക്ക് വേണ്ട ആളെ റെക്കമെൻഡ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡേഷൻ പ്രകാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അത് അനൗൺസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജൽ ജീവൻ മിഷൻ സ്കീം. ഇപ്പോ ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത് 14 കോടി വാട്ടർ കണക്ഷൻസ് റൂറൽ ഹൗസ് ഹോൾഡിലേക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. ഏകദേശം 3.23 ക്രോർ ഹൗസ് ഹോൾഡിലേക്ക് ആണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് 2019 ലോഞ്ച് ചെയ്തതാണ്. ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ എന്ന ഇതിന്റെ കീഴില് FHTCന്റെ കീഴില് 2024 ആകുമ്പോഴേക്കും റൂറൽ ഹൗസ് ഹോൾഡ് എല്ലാവർക്കും എല്ലാ ദിവസവും പെർ പേഴ്സൺ 55 ലിറ്റർ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മിനിസ്റ്റർ ഓഫ് ജൽശക്തിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിനിസ്ട്രി. നെക്സ്റ്റ് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. യൂണിയൻ ഗവൺമെന്റ് ഒരു 3 ഡ്രഗ് റെജിമെൻ നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെൻട്രലി സ്പോൺസർഡ് ആയിട്ടുള്ള ഒരു സ്കീമാണിത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഇന്ത്യ ഹാസ് എലിമിനേറ്റഡ് ലെപ്രോസി ആസ് എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. അപ്പൊ ഇതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ ഇത് എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ലെസ് ദാൻ 1 കേസ് പെർ 10,000 പീപ്പിൾ എന്നുള്ളതാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പൊ ഈ നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ലെപ്രോസിനെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും 2030 ആകുമ്പോഴത്തേക്കും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എയിം. അപ്പൊ 2017 യൂണിയൻ ഗവൺമെന്റ് സ്പാർഷ് ലെപ്രോസി അവയർനെസ് ക്യാമ്പയിൻ കൊണ്ടുവന്നു. അത് ഈ ഒരു ലെപ്രസിയുടെ ഡിറ്റക്ഷനും അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നത്. നെക്സ്റ്റ് മ്യൂക്കർ മൈക്കോസിസ്. എന്ന് പറയുന്നത് ബ്ലാക്ക് ഫംഗസ് എന്നും കൂടെ അറിയപ്പെടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇത്. മ്യൂക്കർ മൈസെറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഫംഗസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഇത് മെയിൻലി ഇമ്മ്യൂണോ കംപ്രൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഓൾറെഡി ഏതെങ്കിലും ഡിസീസ് ഇൻഫെക്ട് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഇത് എഫക്ട് ചെയ്യുക. ഈ ഡയബറ്റീസും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാർ, അതുപോലെ HIV ഉള്ള ആൾക്കാരിലൊക്കെ ഇത് പെട്ടെന്ന് ഹൈ റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ബ്ലാക്ക് ലീഷൻസ് ഓൺ നേസൽ ബ്രിഡ്ജിൽ ഒരു ബ്ലാക്ക് ലീഷൻസ് വരും. ക്വിക്കിലി അത് സിവിയർ ആവും. അങ്ങനെ അതുകൊണ്ടാണ് ഇതിന്റെ ബ്ലാക്ക് ഫംഗസ് എന്നുള്ള ഒരു പേര് കൊടുക്കുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് USOF എന്ന് പറയുന്നത് ഇത് ആക്ട് ഓഫ് പാർലമെന്റ് ഡിസംബർ 2003 സെറ്റപ്പ് ചെയ്ത ഒന്നാണ്. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885 അമെൻഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ടെലികോം സർവീസസിലേക്ക് നോൺ ഡിസ്ക്രിമിനറി ആയിട്ടുള്ള ബേസിൽ എല്ലാ ആളുകൾക്കും റൂറലിലും റിമോട്ട് ഏരിയയിലൊക്കെയുള്ള ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടും റീസണബിൾ പ്രൈസിലും ഇത് ടെലികോം സർവീസസ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ഇന്റർനാഷണൽ കോൺവെനന്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്. അപ്പൊ ഇന്റർനാഷണൽ കോൺവെനന്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ഒന്നാണ്. റെസൊല്യൂഷൻ 2200A എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഡിസംബർ 1966 ഇത് കൊണ്ടുവന്നത്. അത് it is one of the 3 documents that make up the International Bill of Rights. International Bill of Rights ആയി ബന്ധപ്പെട്ട് വരുന്ന one of the 3 documents ആണ് ഇത്. Together with the Universal Declaration of Human Rights, അതുപോലെ ഇന്റർനാഷണൽ കോൺവെനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് UN ജനറൽ അസംബ്ലിയുടെ ആണ്. നെക്സ്റ്റ് പത്മവിഭൂഷൺ. ഫോമർ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു, അതുപോലെ ആക്ടേഴ്സ് ആയിട്ടുള്ള ചിരഞ്ജീവി, വൈജയന്തിമാല ഭാലി, അതുപോലെ ഡാൻസർ ആയിട്ടുള്ള പത്മ സുബ്രഹ്മണ്യം, ഇവർക്കെല്ലാം പത്മവിഭൂഷൺ അവാർഡ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ പത്മവിഭൂഷൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ ആഫ്റ്റർ ഭാരത് രത്ന. എല്ലാ പേഴ്സൺസും വിതൗട്ട് റേസ്, ഓക്യുപ്പേഷൻ, പൊസിഷൻ, സെക്സ് ഇതിന്റെയൊക്കെ ഡിസ്റ്റിങ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ അവാർഡിന് എലിജിബിൾ ആണ്. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ സ്കിൻ. അപ്പോ ടിയോ ക്രീസ് ഓസ്ട്രിയയിലെ റിസർച്ചേഴ്സ് ആർട്ടിഫിഷ്യൽ സ്കിൻ ഡെവലപ്പ് ചെയ്തിരുന്നു. അവിടെ ഇവർ ആർട്ടിഫിഷ്യൽ സ്കിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അവിടെ വിന്റർ വരുന്ന സമയത്ത് നല്ല തണുപ്പാണ്. അപ്പൊ അവരുടെ ഫിംഗർ ടിപ്പിലേക്ക് ബ്ലഡ് എത്താതെ ഫിംഗർ ടിപ്പിലെ സെൽസ് ഒക്കെ ഡെഡ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ സ്കിൻ എന്ന് പറയുന്ന ഒന്ന് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. ആർട്ടിഫിഷ്യൽ സ്കിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ നോർമൽ സ്കിന്നേക്കാളും സെൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ സിന്തറ്റിക് സ്കിൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്കിൻ പെർഫോം ചെയ്യുന്ന മിക്ക ഫംഗ്ഷൻസും അറ്റ്ലീസ്റ്റ് സം ഓഫ് ദി ഫംഗ്ഷൻസ് എങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നെക്സ്റ്റ്, കോഹ്ലി വിൻസ് ICC ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2023 അവാർഡ് ഫോർ ദ 4th ടൈം. അപ്പൊ വിരാട് കോഹ്ലിക്ക് 4ാമത്തെ തവണയും ICC മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2023 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.